നമസ്കാരം. അന്താരാഷ്ട്ര പ്രശ്നങ്ങളിലെല്ലാം സാധാരണ ഉയർന്ന നേതാക്കന്മാർ അല്ലെങ്കിൽ പ്രധാനമന്ത്രി, പ്രസിഡന്റ് പോലുള്ളവരാണ് അഭിപ്രായങ്ങൾ പറയാറ്. ഇതിപ്പോൾ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ക്യാമ്പയിൻ നടത്തുന്ന, അഭിപ്രായം പറഞ്ഞ് ക്യാമ്പയിൻ നടത്തുന്ന അവസ്ഥയിലേക്കാണ് ദുൽഖർ സൽമാൻ അടക്കം പല സിനിമാ താരങ്ങളും സേവ് ഗാസ എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. ക്യാമ്പയിനുകൾ നടക്കുന്നുണ്ട്. ഓൾ ഐസ് ഓൺ ഗാസ എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇതിനെതിരെ ഈ സിനിമാ നടന്മാരെ എല്ലാവരെയും വാരി അലക്കുകയാണ് കൊച്ചിയിൽ നിന്ന് സാത്താനോടൊരു ആങ്കർ ചോദിക്കുകയാണ്, സിനിമാ നടന്മാരെ പോലുള്ളവരെല്ലാവരും സേവ് ഗാസ ക്യാമ്പയിനായിട്ട് മുന്നോട്ട് പോകുമ്പോൾ എന്താണ് ദുൽഖർ സൽമാൻ പറഞ്ഞതിനെക്കുറിച്ച് പറയാനുള്ളത് എന്ന് ചോദിച്ചപ്പോൾ അതിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു: ഇതിന് വലിയ ചെലവ് കാര്യങ്ങളൊന്നുമില്ല, ഇവിടെ ഇരുന്നുകൊണ്ട് പലതും സോഷ്യൽ മീഡിയയിലൂടെ വിളിച്ചു പറയാം. പ്രമുഖരായ, അതായത് ഇന്ത്യയിലെ തന്നെ, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു ഫിലിം ഇൻഡസ്ട്രിയാണ് ഇന്ത്യയിലേത്. അവിടെ ലോകപ്രശസ്തരായ പല നടന്മാരും എല്ലാം ഉള്ള ഒരു ഫിലിം ഇൻഡസ്ട്രിയിൽ ഈ കൊച്ചു കേരളത്തിൽ നിന്ന് മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് ഒരു ചെറിയ ഒരു നടൻ എന്ന് വേണമെങ്കിൽ ദുൽഖർ സൽമാനെ പറയാം. അദ്ദേഹം ഇവിടെ ഇരുന്നുകൊണ്ട് എന്ത് പ്രസ്താവന നടത്തിയാലും ഗാസയിലോ അത് ഇസ്രയേലുകാർ അറിയാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ കിളവന്മാരെയൊക്കെ നോക്കാൻ ഇവിടുത്തെ സ്ത്രീകൾ ചെല്ലണതുകൊണ്ടാണ് അവരറിയാൻ പറ്റുന്നത്. ഇനി ഗാസ നിവാസികൾക്ക്, പാലസ്തീനികൾക്ക് അറിയാമോ എന്ന് ചോദിച്ചാൽ പാലസ്തീനുകൾക്ക്, ഇവിടെ മലയാളികൾ ആരെങ്കിലും പാലസ്തീനിൽ പണിക്ക് പോയി കഴിഞ്ഞാലാണ് അവർക്കും അറിയാൻ പറ്റുള്ളൂ. അവർക്ക് അറിയോ എന്ന് തന്നെ അറിയില്ല. ഇങ്ങനെ ഒരു നടനുണ്ടോ, ഈ നടൻ ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് പോലും അവർക്കറിയില്ല. ഇവിടെ ഇരുന്ന് ചളി അടിക്കാന്നല്ലാണ്ട് വേറൊരു ഗുണമില്ല. ഇസ്രായേലിലോ ഗാസയിലോ ജീവിച്ചിരിക്കുന്നവർക്കോ മരിച്ചവർക്കോ മരിക്കാൻ പോകുന്നവർക്കോ ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല എന്നാണ് തുറന്നടിച്ച് സാത്താൻ പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് കാര്യമുണ്ടോ ഇല്ലേ എന്ന് നോക്കണം. ഇവിടെ കേരളത്തിൽ മലയാളികൾ പ്രബുദ്ധരാണ് ചില കാര്യങ്ങളിൽ. ലോകത്തുള്ള ഏത് മൂലയിലുള്ള വാർത്തകളും മലയാളികൾക്ക് തന്നെ കിട്ടും. ആ ഒരു അറിവ് തന്നെയാണ് ഈ ദുൽഖർ സൽമാനും ഷെയ്ൻ നിഗത്തിനും കിട്ടുന്നുള്ളൂ. അപ്പോൾ പ്രത്യേകിച്ച് ഇത് ആര് അറിയാനാണ് ഇവർ ഇത് പറഞ്ഞത്? അതായത് ഓൾ ഐസ് ഓൺ ഗാസ എന്ന് പറയുന്നത് ആരെ കേൾപ്പിക്കാനാണ്? ഇവിടുത്തെ മലയാളികളെയാണോ, അതോ ഗാസയിലാണോ, അതോ ഇസ്രായേലിലാണോ? ദുൽഖർ സൽമാൻ പറഞ്ഞതോടുകൂടി ഇസ്രായേൽ ബെഞ്ചമിൻ നെതന്യാഹു നാണിച്ചു പോയി എന്നാണ് പറയണേ. സാത്താൻ പറഞ്ഞതാണ്, നാണിച്ചു പോയി, അതല്ലെങ്കിൽ പേടിച്ചു പോയി. ദുൽഖർ സൽമാനൊക്കെ പറഞ്ഞ അവിടെ യുദ്ധം നിർത്തണം, അതിനും കൊമ്പനായ അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞിട്ട് നിർത്തുന്നില്ല. പിന്നെയാണ് ഈ ഇവിടെ ഇരുന്ന് ചോട്ടാ സ്ഥലത്തിരുന്ന് ദുൽഖർ സൽമാൻ പറഞ്ഞാൽ നാണിച്ചു പോയെന്നും പറഞ്ഞ് കളിയാക്കിയാണ്. അടുത്തത് ഷെയ്ൻ നിഗം. ഒന്നും കിട്ടാണ്ടായിട്ട് തലക്കെട്ട കെട്ടി ഇപ്പം ഷേവ് ഗാസ അതിൽ കയറി പിടിച്ചേക്കാണ്. ഷെയ്ൻ നിഗം പറഞ്ഞത് ഇങ്ങനെയാണ്: എന്തിനാണ് അവിടെ കൊച്ചു പിള്ളേരെ കൊല്ലണത്? അതൊന്നും നല്ലൊരു ചോദ്യമാണ്. കൊച്ചു കുട്ടികളെ കൊല്ലാതെ അവർ നേരിട്ട് 100 പേരും അവർ 100 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യട്ടെ, യുദ്ധം ചെയ്യട്ടെ, എന്നിട്ട് തോക്കണ ആൾക്കാർ തോക്കട്ടെ, ജയിക്കുന്ന ആൾക്കാർ തീരുമാനിക്കട്ടെ അവിടെ എന്താണ് വരേണ്ടതെന്ന്. അങ്ങനെയാണോ ശരിക്കും ഗാസയിൽ നടന്നത്? കഴിഞ്ഞ ദിവസം തന്നെ ഈജിപ്തിലേക്ക് 30ഓളം തുരങ്കങ്ങൾ പുതിയതായിട്ട് ഇസ്രായേൽ സേന കണ്ടെത്തി അത് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട്. ഈ തുരങ്കമൊക്കെ ഉണ്ടാക്കുന്ന നേരം കൊണ്ട് സ്വന്തം നാട്ടിലെ, അതായത് രാജ്യത്തെ പാലസ്തീനിലെ ജനങ്ങൾക്ക് ഒരു അടിസ്ഥാന സൗകര്യ വികസനമെങ്കിലും ചെയ്തു കൊടുത്തുകൂടെ? ഇവർ വെള്ളം കൊടുക്കാനായിട്ട് ഇസ്രായേൽ കൊടുത്ത പൈപ്പ് വരെ എടുത്തിട്ട് മിസൈൽ ഉണ്ടാക്കി ഇസ്രായേലിലേക്ക് തന്നെ വീഴുന്ന അവസ്ഥയാണ് ഇവരുടെ. ഇത് സാത്താൻ്റെ ഒരു അഭിപ്രായം മാത്രമല്ല, ലോകത്തെ ഭൂരിപക്ഷം പേരുടെ അഭിപ്രായമാണ്. കാരണം സേവ് ഗാസ എന്ന ഒരു ക്യാമ്പയിൻ വർഷങ്ങൾക്ക് മുതലുണ്ട്. രാജീവ് ഗാന്ധിയുടെ ഭരണകാലത്ത് രാജീവ് ഗാന്ധി ഇസ്രായേലും പാലസ്തീനും സന്ദർശിക്കുമ്പോൾ പാലസ്തീന് ഒരുപാട് പൈസയുടെ സഹായവും അതുപോലെ തന്നെ ടാറ്റ സുമ പോലുള്ള 1000 വാഹനങ്ങൾ വരെ കൊടുത്ത ഒരു ചരിത്രമുണ്ട്. പക്ഷേ അധികം നാളുകൾക്ക് ശേഷം ഒരു യാസർ അറാഫത്തായിരുന്നു അന്ന് പാലസ്തീൻ ഭരിച്ചിരുന്ന. ആ യാസർ അറാഫത്തിൻ്റെ നേതൃത്വത്തിൽ ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ രാജീവ് ഗാന്ധിക്ക് തന്നെ പണി കിട്ടിയെന്നുള്ളതാണ്. കാരണം ഈ കാശ്മീർ വിഷയവുമായി ബന്ധപ്പെട്ട് ഐക്യരാഷ്ട്രസഭയിൽ വന്നപ്പോൾ ഈ പാലസ്തീൻ നേരെ പാകിസ്ഥാൻ്റെ കൂടി പാകിസ്ഥാന് സപ്പോർട്ട് ചെയ്യുന്ന കാഴ്ചയാണ്. അന്നാണ് രാജീവ് ഗാന്ധി അന്തം വിട്ടുപോയത്. അന്ന് ഇസ്രായേൽ സന്ദർശിക്കുമായിരുന്നു ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയെങ്കിൽ അവർ പാലസ്തീനിലാണ് അധികം നേരം ചെലവിടുന്നത്. അത് കഴിഞ്ഞിട്ട് ഇസ്രായേലിൽ കുറച്ച് ദൂരം. പക്ഷേ കാർഗിൽ യുദ്ധവേളയിൽ ഇസ്രായേൽ മാത്രമുള്ളൂ ഇന്ത്യയെ സഹായിക്കാൻ, ഒരു രാജ്യം ഉണ്ടായില്ല. അങ്ങനെ എല്ലാം കൂട്ടിക്കിഴച്ച് നോക്കിയാൽ ഇന്ത്യക്കാർ ശരിക്കും സപ്പോർട്ട് ചെയ്യേണ്ടത് ഇസ്രായേലിനെ തന്നെയാണ് എന്നാണ് പറയുന്നത്. പക്ഷേ
ഈ രണ്ട് ഭാഗത്തെയും സപ്പോർട്ട് ചെയ്യാതെ കുരുതിക്കെതിരായിട്ട് ഇവിടെ പലരും പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞ് സ്വാഗതാർഹം തന്നെ. പക്ഷേ ഒരു വിഭാഗത്തെ മാത്രം ഈ ദുൽഖർ സൽമാൻ, ഷെയ്ൻ നിഗം പോലുള്ള സിനിമാ നടന്മാർ, അതായത് സിനിമാ മേഖലയിലും പബ്ലിക്കായിട്ട് പ്രവർത്തിക്കുന്ന ഇവരുടെ വാക്കുകളിൽ നിന്ന് തന്നെ ഇതേമാതിരി ഉണ്ടാകുന്ന സമൂഹത്തിന് എന്താണ്, ഇസ്രായേലിലേക്ക് ഒരു കാര്യവുമില്ലാതെ പറന്നിറങ്ങി അവിടെയുള്ള സ്ത്രീകളെയും കുട്ടികളെയും നിഷ്കരുണം ബലാത്സംഗം ചെയ്യുകയും പബ്ലിക്കായിട്ട്, അതായത് വിവസ്ത്രയായിട്ട് റോട്ടിൽ കൂടെ വലിച്ചഴിച്ചു കൊണ്ടുപോവുകയൊക്കെ ചെയ്ത കാഴ്ച കണ്ടപ്പോൾ ഇവർക്ക് പ്രതികരിക്കാമായിരുന്നില്ലേ? അതൊരു ചോദ്യമാണ്. അവരെ കയറി ചൊറിഞ്ഞ് അവർ തിരിച്ചടിക്കുമ്പോൾ ഷേവ് ഗാസ എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ ഇവിടെ കേരളത്തിൽ മാത്രമേ കാണാൻ സാധിക്കുള്ളൂ എന്നാണ് ശരിക്കും സാത്താൻ പറയുന്നത്. കോമഡി അടിക്കുകയാണ്. ഷെയ്ൻ നിഗം പോലുള്ള വ്യക്തികളെ കോമഡി അടിക്കുകയാണ്. നേരെ വാ നേരെ പോ, അപ്പുറം ഇപ്പുറം നിന്ന് യുദ്ധം ചെയ്യൂ എന്നൊക്കെയാണ് ഇവിടെ ഇരുന്നുകൊണ്ട് പുലമ്പണേ ഓരോരുത്തർ എന്നാണ് സാത്താൻ പറയണത്. സാത്താൻ പറയണതിൽ കാര്യമില്ലാതില്ല. ഇന്ന് വരെ ഈ യുദ്ധം തുടങ്ങാനുണ്ടായ കാരണം അനുസരിച്ച് ഇസ്രായേലിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ നിരവധി ബന്ദികളെ തിരിച്ചു കൊടുക്കണം എന്ന് ഏതെങ്കിലും ഒരു രാഷ്ട്ര നേതാവോ ഒരു രാഷ്ട്രീയക്കാരനോ ഒരു സിനിമാ നടനോ ഇന്നേ വരെ പറഞ്ഞിട്ടുണ്ടോ? അതല്ലേ ഈ യുദ്ധം തുടങ്ങാനുണ്ടായ കാരണം. ഇന്നേ വരെ ഇസ്രായേലിന് ആ ബന്ദികളെ തിരിച്ചു കൊടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, അതുകൂടാതെ ഹമാസ് ഇസ്രായേലിനെ അഭ്യർത്ഥിച്ചിരിക്കുകയാണ് യുദ്ധം നിർത്താൻ. ഇസ്രായേൽ തിരിച്ചു പറഞ്ഞിരിക്കുന്നത് യുദ്ധം നിർത്താം, ഇനി ഒരിക്കലും ഗാസ ഹമാസ് ഭരിക്കില്ല എന്നതാണ് യുദ്ധം നിർത്താനായിട്ടുള്ള ഉപാധിയായിട്ട് പറഞ്ഞുകൊണ്ട്. കൂടാതെ ബന്ദികളെ തിരിച്ചു വരികയും വേണം. പുതിയ റിപ്പോർട്ട് അനുസരിച്ച് ഇസ്രായേൽ ഗാസയിലേക്കുള്ള വാട്ടർ കണക്ഷൻ വരെ വിച്ഛേദിച്ചു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇവിടെ നമ്മുടെ കൊച്ചു കേരളത്തിൽ അനവധി സംഭവങ്ങൾ ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിലെ മഴക്കെടുതി മൂലമായിട്ട് 8 മണിക്കൂറൊക്കെയാണ് ബ്ലോക്കിൽ കിടക്കണേ. അതായത് എടപ്പള്ളിയിൽ, നമ്മുടെ കൊച്ചിയിൽ തന്നെ. അതൊന്നും ഇവരാരും ശ്രദ്ധിക്കാതെ ഈ ഷേവ് ഗാസ എന്ന് പറഞ്ഞു പോയി, അതായത് ഞമ്മൻ്റെ ആൾക്കാരായതുകൊണ്ടാണ് പോകുന്നത് എന്നാണ് സാത്താൻ പറയുന്നത്. ഈ ഷേവ് ഗാസ എന്ന് നിങ്ങൾ ഇവിടെ ഇരുന്ന് പറഞ്ഞാൽ പലസ്തീനിലോ ഇസ്രായേലിലോ ആരും കേൾക്കില്ല എന്നും ഇവിടത്തെ കാര്യങ്ങൾ നോക്കൂ എന്നുമാണ് സാത്താൻ പറയുന്നത്. കാര്യം പേര് സാത്താൻ എന്നൊക്കെയാണെങ്കിലും യാഥാർത്ഥ്യം പറഞ്ഞു എന്നാണ് സോഷ്യൽ മീഡിയയിലൂടെ കമൻറ്റുകളെല്ലാം വരുന്നത്. സാത്താൻ പറഞ്ഞ കാര്യങ്ങളിൽ എല്ലാവരും യോജിക്കുന്നുണ്ട് എന്നതാണ് കമൻറ്റുകൾ നോക്കിയാൽ തന്നെ മനസ്സിലാവുന്നത്. കാരണം കേരളത്തിൽ, ഇന്ത്യയിലും ഇത്ര വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും ഇതേമാതിരി പ്രതികരിക്കാൻ കഴിവുള്ള ഒരുപാട് പേര് ഇരുന്നിട്ടും ഇതേമാതിരി ചെറിയ കാര്യത്തിന് ദുരുദ്ദേശപരമായിട്ട് പ്രതികരിച്ചു എന്നാണ് സാത്താൻ്റെ ഭാഷം. പേര് സാത്താൻ എന്നാണെങ്കിലും സാത്താനെ അനുകൂലിക്കുകയാണ് ഈ ഒരു കാര്യത്തിൽ. കൊച്ചിയിൽ നിന്നും ഒരുപാട് പേര് ഇതിന് അനുകൂലമായിട്ട് കമൻ്റ് ഇട്ടുണ്ട്. ഇതിൻ്റെ പോയിന്റ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, പുറത്തുള്ള കാര്യങ്ങൾ നോക്കാണ്ട് ആദ്യം അവനവൻ്റെ നാട്ടിലെ കാര്യങ്ങൾ നോക്കി പ്രശ്നങ്ങൾ നോക്കിയൊക്കെ പരിഹരിച്ചാൽ മറ്റുള്ള ജനങ്ങളുടെ മുമ്പിൽ ഒരു റെസ്പെക്റ്റ് കാര്യങ്ങളെല്ലാം കിട്ടും. ഇതല്ലാതെ ഇതേമാതിരി ഒരു വിഭാഗത്തെ മാത്രം പ്രശംസിച്ചുകൊണ്ടും അവരെ ഉദ്ധാരണം നടത്താൻ വേണ്ടി ഒക്കെ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേമാതിരി സാത്താന്മാരൊക്കെ കൊച്ചിയിലും കോഴിക്കോടൊക്കെ ഇരുന്നുണ്ട് കളിയാക്കും. അതായത് ഈ ഷെയ്ൻ നിഗത്തിനെയും പിന്നെ കുമ്മട്ടിക കൊണ്ടുവരുന്ന ഒരു അമ്മച്ചിയുണ്ട്, അമ്മച്ചീനെയും ഈ പോലെ ദുൽഖർ സൽമാനെ അടക്കം ഇതേമാതിരി പച്ചനെ ഇതേമാതിരി സാത്താന്മാരിരുന്ന് കളിയാക്കി ചിരിക്കും.